ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ മലയാളം യൂട്യൂബർ പോപ്പുലറാണ്. അദ്ദേഹത്തെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് സൈബർ വിഭാഗമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ലേറ്റ് നൈറ്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പലതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ മീഡിയ അത് വലിയ ഫ്ലാഷായിട്ടാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു റിയാലിറ്റി ചെക്ക് വേണം. ആരാണ് ഈ ഷാജൻ സ്കറിയ? അദ്ദേഹത്തെ പിണറായി വിജയനെതിരെ നിരന്തരമായി വാർത്ത കൊടുക്കുന്നു, അനാലിസിസ് ചെയ്യുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നു, കേരളത്തെ അൺഫോൾഡ് ചെയ്ത് തുറന്നു കാണിക്കുന്നു. ഇതൊക്കെ ഒരു അദ്ദേഹം ചെയ്യുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. ഞാനിത് കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അദ്ദേഹം എന്നെ പറ്റിയും വാർത്ത ചെയ്തു. അതൊക്കെ ഞാൻ പൂർണ്ണമായ രീതിയിൽ അത് ഇഗ്നോർ ചെയ്യുന്നു. എന്തൊക്കെ എന്നെ പറ്റി പറഞ്ഞ് എൻ്റെ ജേർണലിസം ക്രെഡൻഷ്യൽ അതിനെപ്പറ്റിയൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഷാജൻ സ്കറിയ അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് മലയാളി, മറുനാടൻ മലയാളി. ഒരു ചരിത്രം ഞാൻ പറയാം. ഭാര്യ അത്ലറ്റും ഈ പറയുന്ന സംഭവമൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ കോഴ്സിനായിട്ട് ലണ്ടനിൽ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ദീപികയിലെ സബ് എഡിറ്ററായ ഷാജൻ അവിടെ പോകുന്നു എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അവിടെ ചെന്ന് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം അവിടെയുള്ള മലയാളികൾക്ക് അനുകൂലമായിരുന്നു. ആരോ പറഞ്ഞു കൊടുത്ത് അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പണം കിട്ടും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് പണം മുടക്കിയവരെല്ലാവരുമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു, കേസാകുന്നു, പല പ്രശ്നമുണ്ടാകുന്നു. അവിടെ ബ്രിട്ടീഷ് സർക്കാരുമായി ബന്ധപ്പെട്ട കോടതികളിൽ കേസുണ്ടാകുന്നു. 1 കോടി രൂപ അവിടെ പണം അടച്ച ശേഷമാണ് ഷാജൻ സ്കറിയ ആ കേസിൽ നിന്ന് വരുന്നത്. അതായത് ഒരു ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് കേസ് തെളിഞ്ഞ് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞയാളാണ് ഷാജൻ. അതാണല്ലോ കോർട്ട് പറയുന്നത്. അതിനെ ചലഞ്ച് ചെയ്യാമെന്ന് അയാൾ നിന്നില്ല. അയാളുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയോ എല്ലായിടത്തും പോകുന്നുണ്ട്. ഞാൻ കുറ്റം പറയുമല്ലോ, നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണ്. പിന്നെ മറുനാടൻ മലയാളി തുടങ്ങുന്നു. പല ആൾക്കാർക്കെതിരെ അപകീർത്തികരമായ സംഭവങ്ങൾ, ബേസില്ലാതെ, ബേസ്ലെസ്, എല്ലാ വീഡിയോ അല്ല, കുറച്ച് വീഡിയോകൾ. എൻ്റെ കയ്യിൽ 5ഓളം തെളിവുണ്ട്. ഷാജൻ സ്കറിയ ചെയ്ത വീഡിയോകൾ അയാൾ പണം ചോദിക്കുന്ന ആളുകൾ ഷാജനെ ചലഞ്ച് ചെയ്യുക. ഒരു കോടതിയിൽ വന്ന് പറയും, മകൾക്ക് ഇങ്ങനെ ഓപ്പറേഷൻ ഉണ്ട്, സർജറി ഉണ്ട്, ചാരിറ്റി ഉണ്ട്, ഇങ്ങനൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എനിക്കെന്താണ് പ്രയോജനം? ദിസ് ഈസ് നോട്ട് ജേർണലിസം. അതുകൊണ്ടാണ് അയാൾ വെറും ഒരു യൂട്യൂബറാണ് എന്ന് ഞാൻ പറയുന്നത്. ഒരു ജേർണലിസം ചെയ്യുന്ന, എത്തിക്കലി ജേർണലിസം ചെയ്യുന്ന ഒരാൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. കാരണം അയാൾക്കറിയാം. കാരണം അയാൾ ചെയ്യുന്നൊരു പബ്ലിക്കിന് വേണ്ടിയാണ്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നീട് ഒരു ആൻറ്റി മുസ്ലിം വേർഷനിലോട്ട് പോകുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരെ, കാരണം ശബരിമല ഇഷ്യൂവിൽ കൂടെയാണ് ഇയാൾ കയറി വരുന്നത്. വലിയൊരു വിഭാഗം, ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും കേരളത്തിലെ മലയാളികൾ പുള്ളിയുടെ വീഡിയോ കാണാൻ തുടങ്ങി. അവിടുന്ന് ഉണ്ടായി പിന്നീട് മനസ്സിലാക്കിയതിൽ ഇഷ്ടം പോലെ കേസുകളായി. ഇതിനകത്ത് പല കേസുകളും കള്ളക്കേസുകളൊക്കെയാണ്. പക്ഷെ ഷാജൻ സ്കറിയയുടെ അജണ്ട എന്ന് പറയുന്ന പണം ഉണ്ടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ജേർണലിസം അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ജേർണലിസ്റ്റ് എന്നെ പോലെ ഒരാൾ പറയുന്നു ഒരു ക്യാമറയുടെ മുമ്പിൽ, ഞാൻ തെളിവുകൾ തരാൻ തയ്യാറാണ്. എത്ര പേരോട് പറഞ്ഞു, പണം വാങ്ങിയിട്ടാണ് പലതും ചെയ്തത്, അവരോട് പണം ചോദിച്ചു, ഞാനത് കോടതിയിൽ വന്ന് പ്രൂവ് ചെയ്യും. ഈ ആൾക്കാർ എന്നോട് പറഞ്ഞ അവരിപ്പോഴും തയ്യാറാണ്. അത് ജേർണലിസം അല്ല. ഇങ്ങനെ ആൾക്കാർക്കെതിരെ നിരന്തരമായിട്ട് അപകീർത്തികരമായ പ്രസ്താവനകളും സംഭവങ്ങളൊക്കെ നടത്തുമ്പോഴാണ് അതിനകത്ത് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു മാറ്ററുണ്ട്. അല്ലാതെ ഞാൻ അടുത്തൊരു കാര്യം പറയാം. എന്നെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് തെഹൽക്ക കേസുമായി ബന്ധപ്പെട്ട് അത് കോഷ് ചെയ്തു പോയി.
അപ്പം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നു. ഞാൻ പോലീസിൻ്റെ ശരിക്കും ഇൻ ആൻഡ് ഔട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഷാജിനോട് പറയുന്നത് ഷർട്ട് ഇട്ട് വാ, അതായത് താങ്കൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ടിട്ട് വാ. ഇത് തന്നെയാണ് എപ്പോഴും പോലീസ്, ഇത് മുഴുവനും ഡ്രാമയാണ്. ഒരു ജേർണലിസ്റ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ രീതിയിലാണ് പെരുമാറുന്നത്, അല്ല. അവിടെ മുഴുവനും ഡ്രാമ കാണിച്ച് ഷർട്ട് ഇടാതെ വന്ന് അത് വാർത്തയാക്കി, ഇത് വാർത്തയാക്കി. കാരണം ഇയാളുടെ അജണ്ട വാർത്തയല്ല, പബ്ലിസിറ്റി, പണം. ഇത് തന്നെയാണ് ഇയാൾ നോക്കുന്നത്. ഇയാൾ അടുത്ത സംഭവം എടുക്കാം. ഞാൻ ഈ പറയുന്ന UNA എന്ന് പറയുന്ന ജാസ്മിൻ ഷായ്ക്കെതിരെ പറയുന്നു. അയാൾക്ക് അനുകൂലമായിട്ട് പറയുന്നു, എന്നിട്ട് അയാളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, എന്താണ് ഇവരുടെ ലക്ഷ്യം? ക്രൈസ്തവ ഹിന്ദു മാനേജ്മെന്റ് അടച്ചു പൂട്ടുക. അതിന് അനുകൂലമായി നിലപാടെടുക്കുന്നു. ഞാൻ ചില ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനൊന്നും ഉത്തരവില്ല. പുള്ളി പറഞ്ഞു 1 ലക്ഷം. ഞാൻ പറഞ്ഞു, ഐ ആം വില്ലിംഗ് ടു ഗീവ് മീ ആൻസർ ദിസ്. ഇയാൾ ജേർണലിസ്റ്റ് അല്ല. ഇയാളിങ്ങനെ പിണറായി വിജയനെതിരെ അവർക്കെതിരെ ഇങ്ങനെ പറയുന്നു. അതിനകത്ത് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടുന്നു. എവിടെയാണ് പണം? അതിൻ്റെ പുറകിൽ പോകുക. ഇതാണ് സിമ്പിളായിട്ട് ഞാൻ പറയുന്ന ഇതിൻ്റെ ഓരോ കാര്യങ്ങളും. ഷാജിൻ എന്നെ കേസ് ഫയൽ ചെയ്യാം, ഹൈക്കോടതി ചാർജ് ഞാൻ തെളിവ് ഉൾപ്പെടെ വരാം. കാരണം എൻ്റെ ഒരു ക്രെഡിബിലിറ്റി അതാണ്. അപ്പം എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഉണ്ട് പല പ്രാവർത്തിയും. ആ സമയത്തൊക്കെ പോലീസാണെങ്കിലും ഏത് ഏജൻസി ആണെങ്കിലും നമുക്ക് സമയം തരും. അതായത് നിങ്ങൾ പോയി ഷർട്ട് ഇട്ട് വാ. മുഴുവനും ഡ്രാമയാണ് ഇയാൾ കളിക്കുന്നത്. അതായത് സാമ്പത്തികം, മറ്റുള്ള പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറുക, എന്തൊക്കെയാണെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇത് ജേർണലിസം ഒന്നുമല്ല. നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ അഭിപ്രായം വളരെ ഷാർപ്പാണ് ഇക്കാര്യത്തിൽ. ഇയാളെ ബ്രിട്ടനിൽ എന്താണ് ഉണ്ടായത്, അവിടെ എത്ര കേസുകളുണ്ടായിരുന്നു, എത്ര പേരാണ് ഇയാൾക്കെതിരെ പറഞ്ഞത്, അതും കേരളത്തിൽ എന്തൊക്കെയാണ് ഇയാൾ നടത്തുന്നത്. ഇയാൾ മറ്റുള്ളവരെ ഫ്രോഡെന്ന് വിളിക്കുമ്പോൾ ഇവൻ തന്നെയാണ് ഏറ്റവും വലിയ ഫ്രോഡ്. എത്രയോ തെളിവുണ്ട്. അവസാനം പുള്ളി ഒളിഞ്ഞിരിക്കുന്നു, അവിടെ ഇരിക്കുന്നു. ചിലപ്പോൾ കാത്തലിക് സഭയുടെ പിന്തുണ എടുക്കുന്നു, ക്രിസ്ത്യാനികളുടെ പിന്തുണ എടുക്കുന്നു, RSSന്റെ പിന്തുണ എടുക്കുന്നു, BJPയുടെ പിന്തുണ എടുക്കുന്നു. ഇതൊന്നും അല്ല ഇൻഡിപെൻഡൻറ്റ് വ്യൂ ഓഫ് ജേർണലിസം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഫർദർ ഒന്നും പറയാനില്ല. ബാക്കി വരുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ കൂടുതലായിട്ട് വെളിപ്പെടുത്താം. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഹീ ഈസ് നോട്ട് എ ജേർണലിസ്റ്റ്. പുള്ളി എന്തൊക്കെയോ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി പറയുന്നു. പുള്ളിയുടെയാണ്, ഷാജൻ്റെ സാമ്പത്തിക ലക്ഷ്യം. അതുമാത്രമാണ് ഇതിൻ്റെ അജണ്ട. അല്ലാതെ ഇതിനകത്ത് ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്.